സാധാരണക്കാർക്കു വേണ്ടി അവരോടൊപ്പം പ്രവർത്തിച്ച നേതാവും ജനനായകനുമായിരുന്നു കെ.പി. അലക്സാണ്ടർ എന്ന കുഞ്ഞപ്പനെന്ന് കേരള സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ. അലക്സാണ്ടറുടെ 15ാം ചരമദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുവാരകുണ്ട് പുത്തനഴി വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുവാരകുണ്ടിനെയും വണ്ടൂർ നിയോജകമണ്ഡലത്തിലെയും സംഘടനാ പ്രവർത്തന രംഗത്ത് ഏറെക്കാലം നിന്നിരുന്ന എല്ലാ അർത്ഥത്തിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വളരെയേറെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വിവിധ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഇല്ലെങ്കിൽ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന അലക്സാണ്ടർ എന്ന കുഞ്ഞപ്പൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ജില്ലയിലും അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ അറിയപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് ഒരു സഹോദര തുല്യ നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് രാഷ്ട്രീയത്തിനുപരി വ്യക്തിപരമായ അടുപ്പവും അല്പമൊക്കെ തമാശയായിട്ടും കർക്കശത്തോടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ഞങ്ങളുടെ ബന്ധത്തിന് ഒരു വിള്ളലും ഉണ്ടാവാതെ ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറിയ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖം കുടുംബത്തോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അവിടെ പാർട്ടിക്കും വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു വേർപാട് നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ വേദനയിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു എന്നും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ അലക്സാണ്ടറുമായി തനിക്ക് അടുത്ത് ഇടപെടാൻ സാധിച്ചുവെന്നും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഒട്ടേറെ നല്ല ഗുണങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് കാണുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വർഷങ്ങളോളം അടുപ്പമുള്ളവരാണ്. അദ്ദേഹത്തിന് പ്രായം കൊണ്ട് അത്രയേറെ ആയിട്ടില്ല. പക്ഷെ അസുഖം കാരണം അദ്ദേഹം നമ്മെ വിട്ടുപോകുമ്പോൾ അത് മനസ്സിലുണ്ടാക്കുന്ന പ്രയാസം വളരെ വലുതാണ്. കരുവാരകുണ്ട് പഞ്ചായത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ബന്ധപ്പെടുന്ന ആളുകൾ ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ഉണ്ണിമാക്ക, അതുപോലെ പ്രിയപ്പെട്ട കുഞ്ഞാനാജി, ഇവരൊക്കെ ഞാൻ മലപ്പുറത്ത് സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ മലപ്പുറത്ത് കോൺഗ്രസ് ഓഫീസിൽ വരുന്ന ആളുകളാണ്. അങ്ങനെ അടുപ്പമുള്ള ആളുകളാണ് ഇവരൊക്കെ. അവരൊന്നും ഇന്ന് നമ്മോടൊപ്പമില്ല. രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ എന്ന പോലെ തന്നെ സാമൂഹിക സാംസ്കാരിക സഹകരണ മേഖലകളിലും അദ്ദേഹത്തിന് തൻ്റെതായ സംഭാവനകൾ ഈ നാടിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പുത്തനഴി വാർഡിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് നേതൃനിരയിലേക്ക് ഉയർന്നു വരാൻ സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തന ശൈലി കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നും കരുവാരകുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, വണ്ടൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി, മലപ്പുറം ജില്ലാ കർഷക കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി തുടങ്ങിയ നിലകളിലും കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പുത്തനഴി വാർഡിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയിലും കരുവാരകുണ്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ, വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെയുള്ള നിലകളിലും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ സേവനങ്ങൾ എടുത്തു പറയേണ്ടതാണെന്നും തികഞ്ഞ ഒരു മതേതരവാദിയും മികച്ച സംഘാടകനുമായിരുന്നു എന്നും വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും അനുസ്മരിച്ചു. CK സലാം അധ്യക്ഷത വഹിച്ചു. VS സജി, സഫീല ഷെരീഫ്, KT അജ്മൽ, മുസ്തഫ അബ്ദുൽ ലത്തീഫ്, K കബീർ മാസ്റ്റർ, മുഹമ്മദ് എന്ന കുഞ്ഞാൻ മാസ്റ്റർ, V ഉമ്മർകോയ, PK ജോസ് മാസ്റ്റർ, മൂച്ചിക്കൽ വാസു, M ഫിയാസ്, നാസർ മാസ്റ്റർ, C സലീന, ഡോക്ടർ സൈനുൽ ആബിദ് ഹുദവി, നൌഷാദ് കുരിക്കൽ, B ഷബീർ അലി, V ആബിദ് അലി, നിസാം കരുവാരകുണ്ട്, IT ശിഹാബ്, KT സ്കറിയ എന്നിവർ അനുസ്മരിച്ച് പ്രസംഗിച്ചു. സാധാരണ ഇരിങ്ങാറ്റി ഞങ്ങൾ 10 മണിക്കാണ് തിരിച്ചു പോരാൻ. രാത്രി തിരിച്ചു പോരുന്ന സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് നിർത്തും. അപ്പൊ ഞാൻ ചേട്ടായി നിർത്തരുത് എന്ന് ആഗ്രഹിക്കും. കാരണം ഞാൻ ഇറങ്ങിയിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. അപ്പൊ ചേട്ടാ എപ്പോഴും ഓഫാകും, ജീപ്പ് ഓഫാകും. ആ സമയത്ത് സെക്കൻഡ് ഷോക്ക് സിനിമക്ക് പോകുന്ന ഇരിങ്ങാറ്റിക്കാർ അവർ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പെരിന്തൽമണ്ണന്നൊക്കെ തിരിച്ചു പോകുമ്പോഴും ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. പല ആളുകളും പറയാറുണ്ട്, എന്താ എനിക്ക് ഇത്രമാത്രം സംസാരിക്കാനാണ്. സത്യത്തിൽ എല്ലാ വിഷയങ്ങളെ കുറിച്ചും കുറെ ആളുകൾ ചേട്ടായി മരിച്ചെന്ന് എന്നോട് ഇരിങ്ങാട്ട് 2-3 ആൾക്കാർ പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്താണ് നിങ്ങൾ സംസാരിക്കാറ്. കാരണം രാത്രി ചിലപ്പോൾ 12 മണി വരെയൊക്കെ വെറുതെ സംസാരിച്ചങ്ങനെ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് ചേട്ടായി അങ്ങനെ സംസാരിച്ച് ചേട്ടായിയുടെ കൂടെ എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചു. കുറച്ചിലാണ് 2001 ഞാൻ എൻ്റെ ഗവൺമെന്റ് സർവീസിലേക്ക് സ്ഥിരമായിട്ട് പോകുന്നത് വരെ 2000 വരെ 93 മുതൽ 92, 93 കാലം മുതൽ 2000, 2001 കാലം വരെ ചേട്ടായിയുടെ കൂടെ നിൽക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പല സ്ഥലത്തേക്കും ഞങ്ങൾ യാത്ര പോയിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ മരണം അറിഞ്ഞ് പന്തൽ സുധാകരൻ സർ എന്നെയും വിളിച്ചിരുന്നു. അപ്പോൾ പന്തൽജി ആ സമയത്ത് ഒരു 100 കൂട്ടം കാര്യങ്ങൾ, 1-2മല്ല, ഒരു 100 കൂട്ടം കാര്യങ്ങൾ പഴയ കുഞ്ഞപ്പൻ ചേട്ടായെ കുറിച്ച്, ചേട്ടായിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ഇവിടെ ഓരോരുത്തരെ കുറിച്ചും ഒക്കെ പറയുവാൻ. വളരെ കുറഞ്ഞ കാലം മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാൻ കുറഞ്ഞ അവസരം മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ എപ്പോഴും അബ്ദുസ്സമദ് സമദാനി MP-യെ ഞാൻ ഓർക്കും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, കരുവാരക്കുണ്ടിൽ UDF-ന്റെ ഒരു യോഗം നടക്കുമ്പോൾ അധ്യക്ഷൻ, അന്ന് അദ്ദേഹം മണ്ഡലം പ്രസിഡന്റാണ് എനിക്ക് തോന്നുന്നത് അല്ലേ, അധ്യക്ഷൻ കുഞ്ഞപ്പൻ ചേട്ടായിയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ സമദാനി പ്രോഗ്രാം നോട്ടീസിലേക്ക് നോക്കിയിട്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അലക്സാണ്ടർ എന്ന് പറഞ്ഞ് തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ പേര് ഞാൻ വല്ലാതെ എവിടെയും കേട്ടിട്ടില്ല. ഞാൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് ഒരു അലക്സാണ്ടർ ഞാൻ കാണുന്നത് കരുവാരക്കുണ്ടിൽ വന്നപ്പോഴാണ് എന്ന് പ്രിയപ്പെട്ട സമദാനി MP പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തെ കാണുമ്പോഴും, ഞാൻ മരിച്ച ദിവസം വന്നപ്പോഴും വീട്ടിൽ വന്നപ്പോഴും എനിക്ക് ആദ്യം പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ കൂട്ടത്തിൽ നിന്ന് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അബ്ദുസ്സമദ് സമദാനി സാഹിബിനെയാണ്. അദ്ദേഹത്തിന്റെ പേരും വ്യത്യസ്തമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഈ ആളുകളെ കാണുമ്പോൾ, ഇത്രയും ആളുകളെ കാണുമ്പോൾ പ്രിയപ്പെട്ട അലക്സാണ്ടർ ചേട്ടൻ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഈ പ്രദേശത്തിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ്.